അല്ല, ഒരുപാട് സിനിമ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും ഒരു 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ, മക്കളുടെ കൂടെയും ചെയ്തിട്ടുണ്ട് സിനിമ. നിങ്ങൾക്കൊരു പാഠപുസ്തകമല്ലേ? അയ്യോ, എല്ലാവർക്കും ഒരു പാഠപുസ്തകമല്ലേ. നമ്മളിവിടെ അഭിനയിച്ചാൽ നമുക്കൊരുപാട് അറിവുകൾ കിട്ടും. വെറുതെ അഭിനയിക്കണം മാത്രമല്ല, ഒരുപാട് അറിവുകൾ കിട്ടും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ലാസ്റ്റ് അഭിനയിച്ചത് അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമ. ഒരു അനുകരിക്കാൻ പറ്റാത്ത ഒരു ശൈലി അല്ലേ? അതെ, നമുക്കൊക്കെ ഇപ്പോഴൊരു കോൺഫിഡൻറ്റ് തന്നിരുന്ന ഒരാളാണ്. കാരണം നമ്മളെപ്പോൾ എല്ലാ പൊക്കം കുറഞ്ഞ ആൾക്കാർക്കും അതുപോലെ കറുത്ത ആൾക്കാർക്കും ഒക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെ അതൊരു ഒരേ രീതിയിൽ അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് സിനിമയിലെന്നെല്ലാം തന്നെ കാണിച്ചു തരികയും ചെയ്യും. തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ്. കൂടെ ഇരിക്കാനും ഭയങ്കര രസമാണ്. കാരണം ഒരുപാട് പഴയ കാര്യങ്ങൾ, അത് ചെറിയ നടനായാലും വലിയ നടനായാലും ഒക്കെ ഒരേപോലെ പെരുമാറുന്ന ഒരാളാണ്. നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കതൊരു സന്തോഷവും പിന്നെ നമുക്കൊരു അറിവുമാണത്. തീർച്ചയായിട്ടും ഒരുപാട് സങ്കടമുണ്ട്. പിച്ചുക്കുട്ടൻ പറഞ്ഞതുപോലെ എന്താണ് തൻ്റെ പരിമിതി എന്നത് വളരെ കൃത്യമായിട്ട് ശ്രീനിവാസൻ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ശ്രീജ തന്നെയാണ് സംസാരിച്ചിരുന്നത്. വടക്ക് നോക്കിയന്ത്രം എന്നൊരു ചിത്രം വരുമ്പോൾ എന്തായിരുന്നു തൻ്റെ കുറവുകൾ, അല്ലെങ്കിൽ എന്തായിരുന്നു ഒരു അപകർഷതാബോധം സൃഷ്ടിക്കേണ്ട ഘടകങ്ങൾ, അത് തന്നെയായിരുന്നു ആ സിനിമയ്ക്കും മുന്നിലേക്ക് അദ്ദേഹം എടുത്തു വയ്ക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ആ രീതിയിൽ തന്നെ അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ബിജുക്കുട്ടൻ്റെ വാക്കുകളും അത് തന്നെയാണ് പറയുന്നത്. ഈ രീതിയിലുള്ള ചില അപകർഷതാബോധമുള്ള ചില ഫീലിങ്ങുകൾ, അത്തരം കാര്യങ്ങളെ അദ്ദേഹം പൊളിച്ചടുക്കുകയായിരുന്നു ചെയ്തത്. സിനിമ അതിനുമപ്പുറം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം ചെറിയ തോന്നലുകളിൽ ഒതുങ്ങിപ്പോകേണ്ടതില്ല എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും അദ്ദേഹം ചെയ്തിരുന്നു. ഏതായാലും ഈ രീതിയിലുള്ള പല ചിന്തകളും ഇന്നിവിടെ നിൽക്കുമ്പോൾ പലരും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. നമ്മൾ സിനിമാ ലോകത്തു നിന്ന് ഇപ്പോൾ സൂര്യ അടക്കം ഇവിടെ കടന്നു വന്നെങ്കിൽ ഇനിയിപ്പോൾ വൈകാതെ ഈ ഒരു 10 മണി സമയത്തിനുള്ളിൽ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ കൊണ്ട് അത് അവസാനിച്ചില്ല എന്ന് തന്നെയാണ് ഈ ദിവസത്തിൻ്റെ തുടക്കവും അടയാളപ്പെടുത്തുന്നത്. കാരണം ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തോട് അടുപ്പം സൂക്ഷിച്ചിരുന്നവരെല്ലാവരും തന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടേക്ക് വന്ന് കടന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നു പോവുകയും ചെയ്യുന്നു. ശ്രീജ, തീർച്ചയായും അതെ. ഇന്നലെ തൊട്ട് ഡാനി ഇന്നലെ രാവിലെ 8:30-ക്ക് ആ വാർത്ത വന്നപ്പോൾ തൊട്ട് നമ്മൾ ഈ വാർത്തയുടെ നടുവിലാണ്. പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലായാലും ഇന്നിപ്പോൾ പത്രങ്ങളിലായാലും ഒക്കെ ശ്രീനിവാസൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിറയുന്നത്, നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ കോട്ട് ചെയ്യുന്ന ഡയലോഗുകൾ എല്ലാം ശ്രീനിവാസൻ എഴുതിയതാണ്. അത് ഏത് കാഠിന്യമേറിയ സമയമായാലും ശരി, ഏത് രസകരമായ സമയം